ഹലോ ഓൾ. സോ നമുക്ക് പീഡിയാട്രിക് എൻഡോഡോണ്ടിക്സ് തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് നോൺ വൈറ്റൽ പൾസ് തെറാപ്പി ഇൻ പ്രൈമറി ടീത്ത്. സോ നമുക്ക് തുടങ്ങാം. സോ ടു ബിഗിൻ വിത്ത്, സോ നമ്മളെ ടോപ്പിക്സിന്റെ കോണ്ടന്റ്സ് ഇതൊക്കെയാണ്. It's quite a big topic. This is only about non-vital pulse therapy ആണ്. We'll be having a different session on vital pulse therapy as well. അപ്പം non-vital and it's quite big. So might be we'll be taking it as 2 sessions. So നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അതായത് ലൈക്ക് നമുക്കൊരു നാച്ചുറൽ ഡെന്റിഷൻ, ഒരു പ്രൈമറി നാച്ചുറൽ ഡെന്റിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ദാറ്റ് ഈസ് ഇപ്പം കുറെ ആൾക്കാർ വിചാരിക്കുന്നത് ലൈക്ക് എന്താ പ്രൈമറി ടീത്ത് അല്ലേ, അത് പാൽപ്പല്ല് പോകുന്ന പല്ല, അതിന് നമ്മൾ പ്രിസർവ് ചെയ്തില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഒരു ഹാർഡ്ലി ഒരു 4 to 5 years മാത്രം അല്ലെങ്കിൽ 6 years മാത്രം വായിലിരിക്കേണ്ട പല്ലല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ടീത്ത് വരുമ്പം അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ പോരെ എന്നൊരു ലൈക്ക് മിത്ത് ഇസ് ദെയർ അമംഗ് പീപ്പിൾ, പേരൻസ് എക്സെട്ര. അപ്പൊ നമ്മൾ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമുക്ക് ഈ ഒരു പ്രൈമറി ഡെന്റിഷൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ടു ദ സക്സീഡിയസ് ടീത്ത്, ഇനി വരാൻ പോകുന്ന പെർമനന്റ് ടീത്തിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ആൾക്കാരെ അവെയർ ആക്കണം. സോ നമുക്കൊരു ഇൻഫെക്റ്റഡ് ആയിട്ടൊരു പല്ല് വന്നു കഴിഞ്ഞാൽ, ഒരു ഇറിവേഴ്സിബിൾ പൾപ്പൈറ്റിസ് പോലത്തെ കേസസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി 2 ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത്. നമ്മൾ ആദ്യം പറയുക പ്രോബബ്ലി റൂട്ട് കനാൽ. ഫോർ കോമൺ മാൻ നമ്മൾ റൂട്ട് കനാൽ എന്ന് പറയും. വി വുഡ് ബി പ്ലാനിങ് ഫോർ എ പൾപെക്ടമി. അപ്പം പൾപെക്ടമി ചെയ്തിട്ട് ആ പല്ലിനെ നമ്മളൊരു അതിന്റെ ആ പൾപ്പ് റെമിനൻസ്, ലൈക് ബൈ പൾപെക്ടമി മീനിങ് പൾപ്പ് റെമിനൻസ് ഒക്കെ മാറ്റി റൂട്ട് കനാൽ ഒബ്ചുറേഷൻ ചെയ്ത് ക്രൗൺ കൊടുത്ത് ആ ഒരു പല്ലിനെ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇഫ് ദ നോട്ട് വില്ലിംഗ് ഫോർ ദാറ്റ് വിൽ ബി പ്ലാനിങ് എൻ എക്സ്ട്രാക്ഷൻ ഫോളോഡ് ബൈ എ സ്പേസ് മെയിൻറ്റെയിനർ. അതായത് വേണ്ട കേസസിൽ. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇഫ് നോട്ട് നമ്മൾ ആ ഒരു പല്ലിനെ ആസ് സച്ച് അത് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഫറെന്റ് പ്രോബ്ലംസ് ഉണ്ടാവാം, ലൈക്ക് മാലക്ലൂഷൻ, എസ്തെറ്റിക്സ്, ഫെനറ്റിക്സ്, ഫങ്ഷണൽ പ്രോബ്ലംസ്. ഓൾസോ ഇറ്റ് കുഡ് എഫക്ട് ദ സോഷ്യൽ ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡിന്റെ സോഷ്യൽ ലൈഫിന്റെ ക്വാളിറ്റി അത് എഫക്ട് ചെയ്യും. ഓൾസോ നമ്മളത് സക്സീഡിയസ് ടീത്തിന് അതുവഴി ഉണ്ടാവാൻ പോകുന്ന ഡാമേജ് നമ്മൾ പേരൻസിന് അവെയർ ആക്കണം. അലോങ് വിത്ത് ദാറ്റ് ആ ഒരു ഇപ്പൊ ECC ഒക്കെ നമ്മൾ അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും, ലൈക്ക് സ്കൂളിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടാവാൻ പോകുന്ന ആ ഒരു പിയർ പ്രഷർ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയും നമ്മൾ പേരൻസിനെ അവെയർ ആക്കണം. So, maintaining the integrity and health of oral tissues is the primary objective of pulp therapy. So, നമുക്ക് definition നോക്കാം. So, according to Matthewson in the year 1995, pulpectomy എന്താ? It is the complete removal of the necrotic pulp from the root canal and the coronal portion of the primary teeth in order to maintain the tooth in the ഡെന്റൽ ആർച്ച്. നമ്മൾ റൂട്ട് കനാലിൽ നിന്നും, അതായത് ആസ് എ ഹോൾ ടൂത്തിൽ നിന്ന് നമ്മൾ കൊറോണൽ പൾപ്പും റാഡിക്കുലർ പൾപ്പും എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആ ടീത്തിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പൾപെക്ടമി. ദെൻ അക്കോർഡിംഗ് ടു ഫിൻ എന്താ? According to Finn, it is the removal of the pulpal tissues from the coronal portions of the So, Finn defined pulpectomy as the removal of all pulpal tissue from the coronal and radicular portions of the teeth. That's Finn in the definition. According to Ingle, Ingle defined the technique of primary teeth as debridement and filling of pulpless canals. Pulp illata canals in a fill in a procedure ആയിട്ടാണ് Ingle define ചെയ്തേക്കുന്നത്. Then, what are the objectives? So the main objective of pulp therapy in non-vital primary teeth is to eliminate the infection and retain the tooth in a functional state until it is normally exfoliated without endangering the permanent dentition or the health of the child. നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ആ ടീത്തിനെ അതിന്റെ നോർമൽ എക്സ്ഫോളിയേഷൻ ടൈം വരെ ആ പെർട്ടിക്കുലർ സ്പേസിൽ പ്രിസർവ് ചെയ്യുന്നതാണ് നമ്മളെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. സോ ദിസ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ഗാർസിയ ഗോഡെ ഇൻ ദ ഇയർ 1987.
Then another objective is biomechanically cleanse and obturate the root canal. Also promote the physiological root resorption. നമ്മൾ പറഞ്ഞ അതിന് particularly ഇനി exfoliate ആവേണ്ട ടൈം വരെ ആ particular toothനെ dental archil preserve ചെയ്യുക എന്നുള്ളതാണ് main objective. Also enhance the proper enhance development of proper mastication, phonetics and swallowing. അതായത് നോർമൽ നമ്മുടെ ഹാബിറ്റ്സിനെ ഒന്നും ബ്രേക്ക് ചെയ്യാണ്ട് ലൈക്ക് മാസ്റ്റിക്കേഷൻ, സ്പീച്ച്, swallowing അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഒരു പെർട്ടിക്കുലർ ടൂത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. Now coming to the indication, presence of inflamed but vital radicular pulp. So what all cases നമ്മൾ പൾപ്പക്ടമി അഡ്വൈസ് ചെയ്യും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളതാണ് ഇൻഡിക്കേഷൻസിൽ പറയുന്നത്. That is presence of inflamed but vital radicular pulp. Inflamed ആയിരിക്കും പക്ഷെ radicular pulp vital ആയിരിക്കും. Also an asymptomatic primary tooth with necrotic pulp tissue without any acute symptoms such as cellulitis. Cellulitis പോലുള്ള കേസസിലൊന്നും ചെയ്യില്ല. Primary teeth with evidence of furcation pathology. നമ്മളുടെ ആ ആപ്സസ് എന്തെങ്കിലും ഫർക്കേഷൻ ഇൻവോൾവ്മെന്റ് വന്നാലും വിൽ ബി പ്രൊസീഡിംഗ് വിത്ത് പൾപെക്ടമി. Presence of an abscess കേസസിലും ചെയ്യും. പിന്നെ tooth planned for pulpotomy had excessive hemorrhage. നമ്മൾ കൊറോണൽ പൾപ്പ് മാത്രം റിമൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച കേസസിൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവാണ്ട് വന്നാൽ വിൽ ബി പ്ലാനിങ് ഫോർ എ പൾപോട്ടമി. Now, ഈ പിക്ചറിൽ നോക്കിയേ, irreversible inflammation extending to the radicular pulp. That is as you see in this picture. Then ഒരു necrotic pulp അല്ലെങ്കിൽ ഒരു ഫർക്കേഷൻ ഇൻവോൾവ്മെന്റ് വരുന്ന കേസസ്. സോ ഇതെല്ലാം ഇൻഡിക്കേഷൻസ് ആണ്. Now coming to the contraindications, ഒരു unrestorable crown, അതായത് ഗ്രോസ്ലി ഡീക്കേഡ് ആയ ടീത്തിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യൂല. വിൽ ബി going for an extraction followed by a space maintainer. Also advanced pathological root resorption. Already root resorption initiated ആയ കേസസിലും it's not indicated. Periradicular involvement extending to the permanent tooth bed. നമുക്ക് പെരിറാഡിക്കുലർ ആയിട്ട് എന്തെങ്കിലും അബ്സസോ സംതിങ് വന്നു, ഇറ്റ് ഇസ് ഈവൻ എഫക്റ്റിംഗ് ടു ദ പെർമനന്റ് ടൂത്ത് ബെഡ് ആണെങ്കിലും നമ്മൾ പെൽപെക്ടമി ചെയ്യൂല. എക്സസീവ് ഇന്റേണൽ റിസോർപ്ഷൻ കേസസിൽ ചെയ്യില്ല. Primary teeth with underlying dentigerous or follicular cyst. എന്തെങ്കിലും dentigerous cysto follicular cysto primary toothന് ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യൂല. സോ ദിസ് ഇസ് ഈ ഒരു പിക്ചറിൽ നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിസോർപ്ഷൻ ആണ് കാണുന്നത്. ഇനി മെഡിക്കൽ കോൺട്രാഇൻഡിക്കേഷൻസ് ലൈക്ക് മെഡിക്കൽ ഓർ സിസ്റ്റമിക് ഡിസീസസ് ഉള്ള കുറച്ച് കേസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് കൺജനൈറ്റൽ ഓർ റുമാറ്റിക് ഹാർട്ട് ഡിസീസസ്, ഹെപ്പറ്റൈറ്റിസ്, ലുക്കീമിയ. Also children on long-term corticosteroid therapy or those who are immunocompromised. അപ്പോൾ നമുക്ക് immunocompromised കുട്ടികളിലും it is contraindicated. ഇനി what are the clinical criteria എന്ന് നോക്കാം. ഒരു spontaneous pain with deep carious lesion. Spontaneous pain അതായത് ഡീപ്പ് ക്യാവിറ്റി ആണ്, അതിൽ സ്പോണ്ടേനിയസ് ആയിട്ട് പെയിൻ വന്നാൽ നമുക്ക് പൾപെക്ടമി ഈസ് ഇൻഡിക്കേറ്റഡ്. നോക്ടേണൽ പെയിൻ അതായത് നൈറ്റ് പെയിൻ നമുക്ക് ക്ലിനിക്കലി വരുന്നത് പേഷ്യന്റ് ഓർ ബൈസ്റ്റാൻഡർ മൈറ്റ് നോട്ട് ബി അവെയർ ഓഫ് ദ ടേം നോക്ടേണൽ പെയിൻ. അപ്പം അവര് പറയാൻ പോകുന്ന സിംറ്റം വുഡ് ബി ഉറങ്ങിക്കിടന്നിട്ട് വേദന കാരണം എണീറ്റു, അല്ലെങ്കിൽ വേദന കാരണം ഉറങ്ങിയില്ല, അങ്ങനത്തെ സിംറ്റംസ് ആയിരിക്കും ലൈക്ക് ഇൻ കോമൺ മാൻസ് ടേം അതാണ് നോക്ടേണൽ പെയിൻ. ദെൻ TOP പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ടെൻഡർ ഓൺ പെർക്കഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ്. Grade 1 mobility, like abnormal mobility, only grade 1 it's indicated. Then presence of abscess of fistula also it is indicated. These are all clinical criteria. ഇനി റേഡിയോഗ്രാഫിക്കലി നോക്കുമ്പം എന്തൊക്കെയാ, പ്രസൻസ് ഓഫ് റേഡിയോലൂസൻസി ഇൻ ദ ഇന്റർ റാഡിക്കുലർ ആൻഡ് പെരി റാഡിക്കുലർ ഏരിയ നോട്ട് ഇൻവോൾവിംഗ് ദ പെർമനന്റ് ടൂത്ത് ബഡ്. നമ്മൾ നേരത്തെ കോൺട്രാ ഇൻഡിക്കേഷനിൽ പറഞ്ഞിരുന്നു, എന്ത് പെത്തോളജി ആയാലും പെർമനന്റ് ടൂത്തിലേക്ക് അത് പെർമനന്റ് ടൂത്ത് ബഡിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ വി വോണ്ട് ബി മൂവിങ് ഓൺ വിത്ത് പൾപെക്ടമി. സോ ഇത് തന്നെ ഇവിടെ പറയുന്നത്, റേഡിയോലൂസൻസി നമ്മുടെ പെർമനന്റ് ടൂത്ത് ബഡിൽ ഇൻവോൾവ് ആവാൻ പാടില്ല. പിന്നെ ആഡിക്വേറ്റ് ബോൺ സപ്പോർട്ട് വേണം. സറൗണ്ടിങ് ബോൺസ് റിസോർബ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആസ് എ ടൂത്ത് മൊബൈൽ ആയി കഴിഞ്ഞാൽ അത് ദെൻ grade 1 മൊബിലിറ്റി നമ്മൾ പൾപെക്ടമി ചെയ്യില്ല. ഓൾസോ ആബ്സെൻസ് ഓഫ് ഇന്റേണൽ റിസോർപ്ഷൻ, എക്സ്റ്റേണൽ പത്തോളജിക് റിസോർപ്ഷൻസ് ഉള്ള കേസസും ചെയ്യില്ല. വി ഹവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇൻ കോൺട്രാഇൻഡിക്കേഷൻസ്. സോ ബേസിക്കലി പൾപെക്ടമി രണ്ട് ടൈപ്പാണ്. പാർഷ്യൽ പൾപെക്ടമി ഉണ്ട്, കംപ്ലീറ്റ് പൾപെക്ടമി ഉണ്ട്.
കംപ്ലീറ്റ് പൾപ്പക്ടമി തന്നെ നമുക്ക് സിംഗിൾ വിസിറ്റും ഉണ്ട്, മൾട്ടിപ്പിൾ വിസിറ്റും ഉണ്ട്. So what is partial pulpectomy? So pulpotomy and partial pulpectomy were initially used interchangeably to refer to the excision or amputation of the pulp contents in the coronal portion of the pulp without disturbing the contents of the root canal. അതായത് നമ്മൾ കൊറോണൽ പോർഷനിലുള്ള പൾപ്പിന്റെ റിമൂവൽ ആണ് നമ്മൾ പൾപ്പോട്ടമി ആസ് വെൽ എസ് പാർഷ്യൽ പൾപ്പക്ടമി ഇനീഷ്യലി പറഞ്ഞിരുന്നത്. പക്ഷേ കറന്റ് സിനേരിയോയിൽ പാർഷ്യൽ പൾപ്പക്ടമി എന്ന് പറഞ്ഞാൽ ആൻ അപ്പൈക്കൽ എക്സ്റ്റൻഷൻ ഓഫ് പൾപ്പോട്ടമി പ്രൊസീജിയർ. ലൈക് പൾപ്പോട്ടമി പ്രൊസീജിയർ നമ്മൾ കൊറോണൽ പൾപ്പിലാണ്. ആസ് ഓഫ് നൗ വി മീനിങ് പൾപ്പോട്ടമി വിത്ത് കൊറോണൽ പൾപ്പിന്റെ റിമൂവൽ ആണ്. പാർഷ്യൽ പൾപ്പോട്ടമി ഇസ് നോട്ട് സെയിം as പൾപ്പോട്ടമി. അത് പാർഷ്യൽ പൾപ്പക്ടമി ഇസ് നോട്ട് സെയിം as പൾപ്പോട്ടമി. കാരണം പൾപ്പോട്ടമി പ്രൊസീജിയറിന്റെ കൂടെ നമ്മൾ അപ്പൈക്കലി ഒരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നതാണ് പാർഷ്യൽ പൾപ്പക്ടമി, in which the coronal portion of the radicular pulp is amputated, leaving vital tissues in the canal that is assumed to be healthy. അതായത് നമ്മൾ ഫുൾ ഓഫ് ദ കനാൽ ഇസ് നോട്ട് ആംപ്യൂട്ടഡ്. നമ്മൾ കുറച്ച് വൈറ്റൽ ആയിട്ടുള്ള ഹെൽത്തി ടിഷ്യൂസിനെ അവിടെ ബാക്കി വെക്കുന്നുണ്ട്. Then comes mortal pulpectomy. Mortal pulpectomy is also called as non-vital pulpectomy. That is, ideally, non-vital tooth should be treated by pulpectomy, but sometimes it is impracticable due to some non-negotiable root canal or patient cooperation or ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ mortal pulpectomy ആണ് അങ്ങനത്തെ കേസസിൽ ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റിൽ നെക്രോട്ടിക് പൾപ്പ് എല്ലാം റിമൂവ് ചെയ്യും. നമ്മൾ നമ്മുടെ പൾപ്പ് ചേംബർ സെലൈൻ വെച്ച് ഇറിഗേറ്റ് ചെയ്തിട്ട് കോട്ടൺ പെല്ലറ്റ്സ് വെച്ചത് ഡ്രൈ ചെയ്യും. എന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റാഡിക്കുലർ പൾപ്പിനെ നമ്മൾ സ്ട്രോങ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ലൈക്ക് ബീച്ച്വുഡ് ക്രിസോൾ വെച്ച് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു 1 to 2 weeks ഒരു ടെമ്പററി ഫില്ലിംഗ് കൊടുത്ത് ആ ക്യാവിറ്റിയെ നമ്മൾ സീൽ ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റിൽ പേഷ്യന്റ് വരുമ്പം സിംറ്റമാറ്റിക് ആണ്, പേഷ്യന്റ് പെയിൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പൾപ്പ് ചേംബറിൽ ആന്റിസെപ്റ്റിക് പേസ്റ്റ് വെച്ച് ടൂത്ത് പെർമനന്റ് ഫില്ലിംഗ് കൊടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗൺ കൊടുക്കും. That was about mortal pulpectomy. In complete pulpectomy varumbam, here pulpectomy involves removal of the roof and contents of the pulp chamber in order to gain access to the root canal, which are debrided, enlarged and disinfected and filled with a resorbable material. So നമ്മൾ complete pulpectomy നമ്മളെ കംപ്ലീറ്റ് റൂഫും എല്ലാം ഓൾ കണ്ടന്റ്സ് ഓഫ് പൾപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് റൂട്ട് കനാലിൽ എത്തിയിട്ട് അവിടെ ഡെബ്രൈഡ് ചെയ്ത് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ട് റിസോർബിൾ മെറ്റീരിയൽ. സോ ദിസ് ഇസ് ഹൗ റൂട്ട് കനാൽ പ്രൊസീജിയറിൽ നിന്നും പൾപ്പക്ടമി ഡിഫർ ചെയ്യുന്നത്. നമ്മൾ റിസോർബിൾ മെറ്റീരിയൽ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഇസ് നോർമൽ എക്സ്ഫോളിയേഷന്റെ ടൈമിൽ ടൂത്തിന് എക്സ്ഫോളിയേറ്റ് ആവണം, അപ്പം മെറ്റീരിയൽ റിസോർബ് ആയി പോകണം. Then comes single visit pulpectomy. Single visit pulpectomy എന്ന് പറയുമ്പോൾ it is carried out as an extension of pulpotomy procedure, probably on the spot decision when hemorrhage from amputated pulp stems is uncontrollable, but the tooth does not show any periapical changes. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൾപ്പോട്ടമി പ്രൊസീജിയർ ചെയ്യാൻ പ്ലാൻ ചെയ്ത കേസസിൽ നമ്മൾ പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ബ്ലീഡിങ് നിന്നില്ലെങ്കിൽ വിൽ ബി ഗോയിങ് ഫോർ എ സിംഗിൾ വിസിറ്റ് പൾപെക്ടമി. ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാ? ലാർജ് കേരിയസ് എക്സ്പോഷർ വിത്ത് ഫ്രണ്ട് ഇൻവോൾവ്മെന്റ് ഓഫ് റാഡിക്കുലർ പൾപ്പ് ബട്ട് വിത്തൗട്ട് എനി പെരിയപ്പൈക്കൽ. പെരിയപ്പൈക്കലി നമുക്ക് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. Also primary teeth with inflammation extending beyond the coronal pulp, and it is indicated by hemorrhage from amputated radicular stems that is dark red, slowly using and uncontrollable. So നമുക്ക് കൊറോണൽ പൾപ്പിന്നും താഴെയായിട്ട് ഇൻഫ്ലമേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഹെമറേജ് ഉണ്ട്. ഹെമറേജിന്റെ ഇൻഡിക്കേഷൻ തന്നെ ഡാർക്ക് റെഡ് ആയിരിക്കണം, സ്ലോലി യൂസിങ് ആൻഡ് അൺകൺട്രോളബിൾ ആയിരിക്കണം. സോ പ്രൊസീജിയർ ഓഫ് സിംഗിൾ വിസിറ്റ് പൾപെക്ടമിയിൽ നമ്മൾ ടൂത്ത് അനസ്തറ്റൈസ് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യും, ആക്സസ് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ആക്സസിബിൾ ആയിട്ടുള്ള കൊറോണൽ ആൻഡ് റാഡിക്കുലർ പൾപ്പൊക്കെ റിമൂവ് ചെയ്യും. വർക്കിംഗ് ലെങ്ത് നമ്മൾ ഇറിഗേഷൻ കഴിഞ്ഞിട്ട് ഡിറ്റർമൈൻ ചെയ്യും. ക്ലീനിങ് ആൻഡ് ഷേപ്പിംഗ് ഓഫ് ദി കനാൽസ്, ദെൻ അഗെയിൻ തറവ് ഇറിഗേഷൻ, റൂട്ട് കനാൽസ് നമ്മൾ ഡ്രൈ ചെയ്യും പേപ്പർ പോയിന്റ്സ് വെച്ചിട്ട്. എന്നിട്ട് ഒബ്ചുറേഷൻ ഫോളോഡ് ബൈ ഫൈനൽ പെർമനന്റ് റെസ്റ്റോറേഷനും ക്രൗണും കൊടുക്കും.
അത് സിംഗിൾ വിസിറ്റ് പൾപ്പക്ടമി ആയിരുന്നു. ഇനി മൾട്ടിപ്പിൾ വിസിറ്റ് പൾപ്പക്ടമി എന്ന് പറയുമ്പം ഇറ്റ് വാസ് ദ ഇൻഡിക്കേഷൻസ് വാസ് ഗിവൺ ബൈ പാറ്റേഴ്സൺ ആൻഡ് കേഴ്സൺ ഇൻ ദ ഇയർ 1992. ഇവിടെ എന്ന് പറയുമ്പം ഇൻഫെക്ഷന്റെ കേസസിൽ ലൈക്ക് ആസ് ആപ്സസ് അല്ലെങ്കിൽ ക്രോണിക് സൈനസ് ഒക്കെ ഉള്ള കേസസിൽ നോൺ വൈറ്റൽ പ്രൈമറി ടീത്ത് ആയിരിക്കണം. ടീത്ത് വിത്ത് നെക്രോട്ടിക് പൾപ്പ് ആൻഡ് പെരി അപ്പൈക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ വിസിറ്റിലായിരിക്കും ചെയ്യുന്നത്. മൾട്ടിപ്പിൾ വിസിറ്റ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കലി ടെക്നിക്സ് ഒക്കെ നമ്മുടെ സിംഗിൾ വിസിറ്റ് പൾപ്പക്ടമി പോലെ തന്നെ ആയിരിക്കും. പക്ഷെ എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ചെയ്യില്ല. സോ ഫസ്റ്റ് വിസിറ്റിൽ നമ്മൾ പൾപ്പ് റിമൂവ് ചെയ്യും, കനാൽ ഇറിഗേറ്റ് ചെയ്യും, ഡ്രൈ ചെയ്യും പേപ്പർ പോയിന്റ്സ് വെച്ചിട്ട്, എന്നിട്ട് ടെമ്പററി മെറ്റീരിയൽ കൊടുക്കും. എന്നിട്ട് സെക്കൻഡ് വിസിറ്റിൽ നമ്മൾ കനാൽ എൻലാർജ് ചെയ്തിട്ട് സിംറ്റംസ് എല്ലാം മാറി പേഷ്യന്റ് എസിംറ്റമാറ്റിക് ആണെങ്കിൽ മാത്രം നമ്മൾ കനാല് ഒബ്ചുറേറ്റ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സിംറ്റംസ് ഫുൾ ആയിട്ട് റിഗ്രസ് ആവുന്നത് വരെ നമ്മളെ ഒബ്ചുറേഷൻ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ഫൈനൽ റെസ്റ്റോറേഷനും കൊടുക്കും. ഇപ്പൊ ലൈക്ക് കംപ്ലീറ്റ്ലി എസിംറ്റമാറ്റിക് ആവുമ്പോൾ നമ്മൾ ഫൈനൽ റെസ്റ്റോറേഷനും കൊടുക്കും, സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്രൗണും കൊടുക്കും. സോ ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷൻ നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അതാണ്. അപ്പൊ ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷനിൽ നമ്മൾ പൾപ്പ് സ്പേസ് മോർഫോളജി ആണ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും കനാൽസ് എല്ലാം ലൊക്കേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആക്സസ് ആയിരിക്കണം. നമ്മളെ ടൂത്തിന്റെ അപ്പൈക്കൽ തേർഡിലേക്ക് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആക്സസ് വേണം. അതെന്തിനാന്ന് നമ്മൾ പറയുന്നുണ്ട്. ദെൻ നമ്മൾ റിമൂവൽ ഓഫ് ദ ചേംബർ റൂഫ് ഇൻ കൊറോണൽ പൾപ്പ് ഇഷ്യൂ. എന്നിട്ട് നമ്മൾ കൺസർവേറ്റീവ് മെത്തേഡാണ്. ടൂത്ത് സ്ട്രക്ചേഴ്സ് നമ്മൾ മാക്സിമം കൺസർവ് ചെയ്യണം. ഇനി പ്രൈമറി ടീത്തിന്റെയും പെർമനന്റ് ടീത്തിന്റെയും ആക്സസ് ക്യാവിറ്റി പ്രിപ്പറേഷൻസിലുള്ള ഡിഫറൻസ് നോക്കാം. സോ ദ ഡെപ്ത് നെസസറി ടു പെനിട്രേറ്റ് ദ പൾപ്പ് ചേംബർ ഇസ് വെരി ലെസ് വെൻ കമ്പയർ ടു പെർമനന്റ്. നമുക്കറിയാം നമ്മുടെ പൾപ്പ് ചേംബറിലേക്ക് എത്താനുള്ള ഡെപ്ത് പ്രൈമറി ടീത്തിന് പെർമനന്റ് ടീത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പൊ നമ്മൾ ടൂത്തിന്റെ മോർഫോളജി ഇനാമൽ ഒക്കെ പഠിക്കുമ്പോൾ ലൈക്ക് ഓൾറെഡി ലേൺ ദാറ്റ് നമ്മളെ പ്രൈമറി ടീത്തിന്റെ ഇനാമൽ ഒക്കെ ആ ഒരു തിക്നെസ് വെൻ കമ്പയർ ടു പെർമനന്റ് ടീത്ത് കുറവാണ്. പ്രൈമറി ടീത്തിന്റെ പൾപ്പ് ഹോൺസ് ഒക്കെ കുറച്ചും കൂടെ നമ്മുടെ ഇനാമൽ ഡെന്റിൻ തിക്നെസ് ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് എത്തും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെർമനന്റ് ടീത്തിന്റെ അത്രയും ഡീപ്പായിട്ട് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല പൾപ്പ് ചേംബർ എത്താൻ വേണ്ടിയിട്ട്. ഓൾസോ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒക്ലൂസൽ സർഫേസ് ടു ദ പൾപ്പ് ഫ്ലോർ ഇസ് ലെസ് വെൻ കമ്പയർ ടു പെർമനന്റ് ടീത്ത്. നമ്മൾ അത് പറഞ്ഞു ഓൾറെഡി. ദെൻ തിൻ ഡെന്റിൻ വോൾ നമുക്ക് ആ പൾപ്പൽ ഫ്ലോറിലെത്തിയ ഡിപ്പ് കിട്ടാൻ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് പെർമനന്റ് ടീത്ത് പോലെ അത്രയും thick ആയിട്ടുള്ള ഡെന്റിൻ വോൾ ഇല്ല. ഓൾസോ ക്രൗൺ ഇസ് മോർ ബൾബസ്, ദാറ്റ് ഇസ് ലെസ് എക്സ്റ്റൻഷൻ ടുവേർഡ്സ് ദ എക്സ്റ്റീരിയർ ഇസ് നീഡഡ് ടു അൺകവർ ദ കനാൽ ഓറിഫിസ് ദാൻ ഇൻ പെർമനന്റ് ടീത്ത്. ഇവിടെ ക്രൗൺ കുറച്ചുകൂടെ ബൾബസ് ആണ് പ്രൈമറി ടീത്തിന്റെ ക്രൗൺ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൈ ഇസ് ഇറ്റ് നീഡഡ് ടു ഒബ്റ്റെയിൻ എ സ്ട്രെയിറ്റ് ആക്സസ്. സ്ട്രെയിറ്റ് ആക്സസ് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു വെരി ക്രിട്ടിക്കൽ ആസ്പെക്ട് ആണ്. കാരണം നമുക്ക് സ്ട്രെയിറ്റ് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഓൾസോ ഒബ്ചുറേഷൻ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും. പിന്നെ നമുക്ക് iatrogenic എറേഴ്സ് ലൈക്ക് ലെഡ്ജസ്, പെർഫറേഷൻസ് അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഓൾസോ റിമൂവ്സ് ദ ടൂത്ത് പോർഷൻസ് ലൈങ് ഓൺ സ്ട്രാറ്റജിക് ഏരിയാസ്, thereby prevents weakening of the tooth. നമ്മൾ മാക്സിമം ടൂത്തിനെ നമുക്ക് അതുവഴി പ്രിസർവ് ചെയ്തിട്ട് ടൂത്തിന് കുറച്ചും വീക്ക്നെസ്, ടൂത്ത് അത്ര വീക്ക് ആവുന്ന നമുക്ക് കുറയ്ക്കാൻ പറ്റും. Then coming to the guidelines to prepare an access cavity, instruments are not deflected by the cavity walls. Like proper cavity preparation ആയിരിക്കണം. ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ക്യാവിറ്റി വാൾസിൽ കൊണ്ട് ഡിഫ്ലക്റ്റഡ് ആവരുത്. നമുക്ക് ഡെബ്രൈറ്റ്മെന്റ് ചെയ്യാനും മാത്രം വലിയ ക്യാവിറ്റി ആയിരിക്കണം. നോട്ട് ടു എക്സ്റ്റെൻഡ് ക്യാവിറ്റി ലാർജ്. അതായത് ഒരുപാട് ടൂത്ത് സ്ട്രക്ചറിനെ നമ്മൾ അനാവശ്യമായിട്ട് കളഞ്ഞാൽ ടൂത്ത് വീക്കെൻഡ് ആവും, അതായത് റിമൈനിങ് ടൂത്ത് സ്ട്രക്ചേഴ്സ് വീക്കെൻഡ് ആവും. ഫ്ലോർ ഓഫ് ദ പൾപ്പ് ചേംബർ നോട്ട് ടു ബി ഡിസ്റ്റർബ്ഡ്. ദെൻ ഇനി എക്സ്പ്ലോറേഷൻ ഓഫ് ദ കനാൽ ഓറിഫിസ്, എൻഡോഡോണ്ടിക് എക്സ്പ്ലോറർ, പ്രോക്കിംഗ് ആക്ഷൻ, ഫീലിംഗ് അലോങ് ദ വാൾസ് ആൻഡ് ഇൻ ടു ദ ചേംബർ. നമ്മൾ എക്സ്പ്ലോറർ വെച്ചിട്ടാണ് കനാൽ ഓറിഫിസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് എൻഡോഡോണ്ടിക് കർവ്ഡ് പാത്ത് ഫൈൻഡർ ഫയൽ can also be used to control probing, poking, twisting and turning can help to establish നമ്മൾ വർക്കിംഗ് ലെങ്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഒരു വാച്ച് വൈൻഡിങ് ടൈപ്പ് ഓഫ് മോഷൻ വെച്ചിട്ട് നമുക്കത് അറിയാൻ പറ്റും.
സോ നമുക്കിനി ഡിറ്റർമിനേഷൻ ഓഫ് വർക്കിംഗ് ലെങ്ത് നോക്കാം. സോ വർക്കിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പൈക്കൽ ലിമിറ്റ് ടു ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ പോയിന്റ് ഫ്രം വിച്ച് ദ മെഷർമെന്റ് ഇസ് ടു ബി മെയ്ഡ് കൊറോണലി. നമ്മൾ ഒക്ലൂസൽ ഓർ ഇൻസൈസൽ എഡ്ജ് എന്നുള്ള റെഫറൻസ് പോയിന്റ് മുതലാണ് അതാണ് നമ്മളെ റെഫറൻസ് പോയിന്റ്. സോ നമ്മൾ ഐഡിയലി വർക്കിംഗ് ലെങ്ത് ഒരു 1 to 2 mm നമ്മൾ റേഡിയോഗ്രാഫിക്കൽ അപ്പെക്സ് നിന്നും ഒരു 1 to 2 mm ഷോർട്ട് ആയിട്ടായിരിക്കും നമ്മൾ വർക്കിംഗ് ലെങ്ത് വെക്കുന്നത്. And if obvious signs of root resorption are present, it may be necessary to further shorten the root length by 1 to 2 mm. അത് നമ്മൾ റിസോപ്ഷൻ നമുക്ക് റേഡിയോഗ്രാഫിക്കലി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വർക്കിംഗ് ലെങ്ത് ഐഡിയലി വെക്കുന്നതിലും ഒരു 1 to 2 mm ഷോർട്ട് ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മളെ ഓവർ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഓവർ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ അപ്പൈക്കൽ പെർഫറേഷൻ ആൻഡ് ഡാമേജ് ടു ദ സക്സസർ ടൂത്ത്. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ലെങ്ത് ഡിറ്റർമൈൻ ചെയ്തില്ലെങ്കിൽ ഓവർ ഇൻസ്ട്രുമെന്റേഷൻ കാരണം അപ്പൈക്കൽ ഫൊറാമനിൽ നിന്ന് പെർഫറേഷൻസ് വരും. അങ്ങനെ നമുക്ക് താഴെയുള്ള സക്സസർ ടൂത്ത് ബഡ് പെർമനന്റ് ടൂത്തിന്റെ ബഡിനെ അത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓൾസോ ഓവർ ഫില്ലിംഗ് അണ്ടർ ഫില്ലിംഗ് നടക്കാം. അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഇൻസ്ട്രുമെന്റേഷൻ ലൈക്ക് വിത്തൗട്ട് വർക്കിംഗ് ലെങ്ത് പ്രോപ്പർ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ലെഡ്ജ് ഫോർമേഷനും ഉണ്ടാവാം. ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് വർക്കിംഗ് ലെങ്ത് നമ്മൾ എൻഡോയില് പറയുന്ന ടോപ്പിക്സ് ആണ്. സോ ഐ ജസ്റ്റ് മെൻഷൻ ദം. നമുക്ക് റേഡിയോഗ്രാഫിക് മെത്തേഡ്സും ഉണ്ട്, നോൺ റേഡിയോഗ്രാഫിക്കും ഉണ്ട്. റേഡിയോഗ്രാഫിക്കിൽ വിൽ ഹാവ് ഇംഗിൾസ് മെത്തേഡ്, വീൻസ് മോഡിഫിക്കേഷൻ, then Grossman's method. Grossman's method truth length by radiographic tooth length is equal to true instrument length by radiographic instrument length. അപ്പം working length എന്ന് പറയുമ്പം true tooth length that is 1 to 1.5 mm ആയിരിക്കും. ബെസ്റ്റ് മെത്തേഡ് ഉണ്ട്, ബ്രെഗ്മാൻസ് മെത്തേഡ്, ബ്രമൻസ് മെത്തേഡ്, കട്ട്ലേഴ്സ് മെത്തേഡ്, റേഡിയോഗ്രാഫിക് ഗ്രിഡ്, ഡിജിറ്റൽ റേഡിയോഗ്രഫി. സോ ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എൻഡോയിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഐ ജസ്റ്റ് മെൻഷൻ ദം. Then non-radiographic methods like digital tactile sensors, apical periodontal sensitivity, electronic apex locators, then paper point methods ഉണ്ട്. സോ നമ്മൾ ഇംഗിൾസ് മെത്തേഡ് റേഡിയോഗ്രാഫിക് മെത്തേഡ് ആണ് മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഫോർ പൾപെക്ടമി. അതുപോലെ കൺവെൻഷണൽ റേഡിയോഗ്രാഫിക് മെത്തേഡിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് പീഡിയാട്രിക് പേഷ്യൻസിൽ കോപ്പറേഷൻ ഒരു ക്രിട്ടിക്കൽ ആസ്പെക്ട് ആണ്. അപ്പം നമുക്ക് ഇൻ അഡീഷൻ മൈനർ ഡിഗ്രി ഓഫ് നമുക്ക് റിസോപ്ഷൻസും ചെറിയ രീതിയിൽ പ്രൈമറി ടൂത്തിൽ കാണാം. സോ റേഡിയോഗ്രാഫിക്കലി നമുക്കത് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ദിസ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ പ്രിയ et al in the year 2005. Then we have just a second. So, Katzel et al in the year 1996 നമുക്ക് ഡ്രൈ കനാൽസിലും വെറ്റ് കനാൽസിലും വർക്കിംഗ് ലെങ്തിൽ ഡിഫറൻസ് ഉണ്ടോന്ന് അപെക്സ് ലൊക്കേറ്റർ വെച്ച് നോക്കി. പക്ഷേ there was no significant difference in the two groups. Then we'll talk about irrigants. അപ്പം there's an old saying that is man does not live by bread alone. അപ്പൊ നമുക്ക് പൾപ്പ് സിസ്റ്റം നമുക്ക് മെക്കാനിക്കലി മാത്രം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് അഡ്ജൻസ് ആയിട്ട് ഇറിഗൻസും വേണം. സോ ഇൻഫാക്ട് ദ അതർ ഹാഫ് ഓഫ് കനാൽ ഡെബ്രൈഡ്മെന്റ് ഇസ് ബൈ ഇറിഗേഷൻ. നമ്മൾ മെക്കാനിക്കലി ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറിഗൻസും യൂസ് ചെയ്യണം. ഇൻ തിയറി ദ ഫൈൽസ് ലൂസൺ ആൻഡ് ഡിസ്ട്രപ്റ്റ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദ കനാൽ ആൻഡ് റിമൂവ് ദ ഡെന്റിൻ ഫ്രം ദ വാൾസ് as shavings. This hole is then flushed out as with an irrigant. അതായത് നമ്മൾ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ഫയൽസ് വെച്ച് നമ്മൾ ഡെബ്രീസിനെ ഒക്കെ കളക്റ്റീവ് ആയിട്ട് അവിടെ വെച്ച് വാൾസ് ഡെന്റിനെ ഒക്കെ ഷേവിങ്സ് ആയിട്ട് എടുത്തിട്ട് ഇറിഗൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു അക്കംപ്ലിഷ് ഇൻസ്ട്രുമെന്റേഷൻ ഇൻ എ വെറ്റ് കനാൽ ടു ഫെസിലിറ്റേറ്റ് ദ റിമൂവൽ ഓഫ് ഡെന്റിൻ ഫില്ലിങ്സ് ആൻഡ് ടു ഹെൽപ്പ് പ്രിവെന്റ് ദം ഫ്രം പ്ലഗിങ് അപ്പ് ദ നാരോർ അപ്പൈക്കൽ പോർഷൻ. അതായത് വെറ്റ് കനാലിലാണ് നമ്മൾ ഡെബ്രൈഡ്മെന്റ് ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ചെയ്യേണ്ടത്. സോ ദാറ്റ് അത് നമുക്ക്
അപ്പൈക്കൽ പൊസിഷനിലേക്ക് അത് കൂടുതൽ പുഷായി പോവാണ്ടിരിക്കാൻ പറ്റും. ആൻഡ് അക്കോർഡിംഗ് ടു കോപ്പൽ et al. In the year 1998 stated that the debridement of primary root canal is more often accompanied by chemical means than by mechanical means. So നമ്മൾ പറഞ്ഞതുപോലെ പ്രൈമറി ടൂത്തിൽ മെക്കാനിക്കൽ മീൻസിനെക്കാളും കൂടുതൽ നമുക്ക് കെമിക്കൽ മീൻസ് വഴിയാണ് നമ്മൾ ഡെബ്രൈറ്റ്മെന്റ് ചെയ്യുന്നത്. ബിക്കോസ് നമുക്ക് പ്രൈമറി ടൂത്തിൽ പൾപ്പിന്റെ ഒരു അനാറ്റമി വെച്ചിട്ട് പൾപ്പിൽ റാമിഫിക്കേഷൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് കൂടുതലും മെക്കാനിക്കലി അത് എത്താൻ പറ്റണമെന്നില്ല. നമ്മൾ കോപ്പിയസ് ഇറിഗേഷൻ വിത്ത് 2.25% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അപ്പൊ അത് ഓർഗാനിക് ഡെബ്രിസിനെയൊക്കെ ഡിസോൾവ് ചെയ്യും. എന്നിട്ടൊരു എഫർവെസൻസ് പോലെ വന്നിട്ടാണ് നമ്മൾ റൂട്ട് കനാലിന്റെ നമുക്ക് ഇന്നാക്സസിബിൾ ഏരിയസ് നമ്മൾ ടിഷ്യൂസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ ഇൻ പ്രൈമറി ടീത്ത് അറ്റംപ്റ്റ് ടു പ്രിപ്പയർ എ സർക്കുലർ അപ്പൈക്കൽ 1/3 മെക്കാനിക്കലി മേ റിസൾട്ട് ഇൻ ലാറ്ററൽ പെർഫറേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ആർ ഗ്ലാസ് ഷേപ്പ്. നമ്മുടെ പ്രൈമറി റൂട്ട്സിന്റെ കനാലിന് ഒരു അവർ ഗ്ലാസ് ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൈക്കൽ തേർഡിലേക്ക് ഒരുപാട് മെക്കാനിക്കൽ പ്രഷർ കൊടുത്ത് ഡെബ്രൈറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ ലാറ്ററൽ പെർഫറേഷൻസ് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അഡൾട്ട് ടീത്തിൽ റൂട്ട് കനാൽ പ്രൊസീജിയേഴ്സിൽ ബയോമെക്കാനിക്കൽ പ്രിപ്പറേഷൻ BMP എന്ന് പറയുന്ന പ്രൊസീജിയർ പ്രൈമറി ടൂത്തിൽ വരുമ്പം കീമോ മെക്കാനിക്കൽ CMP ആണ്. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇൻ permanent tooth for root canal will be doing BMP, biomechanical preparation, whereas in adult permanent primary teeth നമ്മൾ അത് കീമോ മെക്കാനിക്കൽ പ്രിപ്പറേഷൻ ആണ്. അതാണ് നമ്മൾ ഇത്രയും നേരം ഒരു ലോങ് സ്റ്റോറി പോലെ പറഞ്ഞു തന്നത്. ദാറ്റ് ഇസ് പ്രൈമറി ടീത്തിൽ നമുക്ക് ബയോമെക്കാനിക്കലി ഉള്ള ഡെബ്രൈറ്റ്മെന്റിനെക്കാളും കൂടുതൽ നമ്മൾ കെമിക്കലി ആണ് റിമൂവ് ചെയ്യുന്നത്. Then ideal properties of an intracanal irrigant is tissue or debris dissolution. നമ്മൾ പറഞ്ഞു നമ്മുടെ ടിഷ്യൂസും ഡെബ്രിസും ഒക്കെ പെട്ടെന്ന് ഡിസോൾവ് ആവണം. ലോ ടോക്സിസിറ്റി സോ ആസ് ടു ബി നോൺ റിയാക്റ്റീവ് ടു പെരിയപ്പൈക്കൽ ടിഷ്യൂ. നമ്മൾ പെരിയപ്പൈക്കൽ റീജിയനിലേക്ക് അത് പോയാലും നോൺ ടോക്സിക് ആയിരിക്കണം. ലോ സർഫസ് ടെൻഷൻ ടു പ്രൊമോട്ട് ദ ഫ്ലോ ഓഫ് ഇറിഗന്റ് ഇൻ ടു ഇൻആക്സസിബിൾ ഏരിയ. നമ്മൾ പറഞ്ഞു റൂട്ട് കനാൽസിന് കുറച്ച് റാമിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ആ ഇൻആക്സസിബിൾ ഏരിയസിലൊക്കെ ഇത് നന്നായിട്ട് ഫ്ലോ ആയി പോവാൻ ഇതിന് ലോ സർഫസ് ടെൻഷൻ ആയിരിക്കണം. ലൂബ്രിക്കൻ പ്രോപ്പർട്ടി ടു എനേബിൾ ദ ഇൻസ്ട്രുമെന്റ് സ്ലൈഡ് ഇൻ ടു ദ കനാൽ. അതായത് ഇതിനൊരു കുറച്ച് തിക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ഇൻസ്ട്രുമെന്റിനും കൂടെ താഴോട്ട് പാസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. സോ ലൂബ്രിക്കൻ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മെറ്റീരിയൽസിന് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന് ഈസി ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. സ്റ്റെറിലൈസേഷൻ കൂടെ അത് ചെയ്യണം സോ ആസ് ടു റിമൂവ് ആൻഡ് ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ കനാൽ. Then flushing out of gross debris. Irrigants was out debris and helps to prevent the blockages caused by compaction of accumulated debris. അതായത് നമ്മുടെ ഈ ഡെന്റിൻ ബോൾ ഷേവിങ്സ് പോലെയുള്ള ഡെബ്രിസിനെയൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനുള്ള ഇത് വേണം. അല്ലെങ്കിൽ അത് അക്യുമുലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു എപ്പൈക്കൽ ഏരിയയിൽ കോമ്പാക്റ്റഡ് ആവും. ഇൻ അഡീഷൻ ദ കെമിക്കൽ ആക്ഷൻ ഓഫ് ഇറിഗൻസ് ഇസ് പോസിബിൾ ഓൺലി വെൻ ഇറ്റ് വെറ്റ് ദ സബ്സ്ട്രേറ്റ് സഫിഷ്യന്റ്ലി. ദെൻ നമ്മൾ വേരിയസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതായത് ഇൻട്രാകനാൽ ഇറിഗൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, ക്ലോർഹെക്സിഡിൻ, EDTA സിട്രിക് ആസിഡ്, MTAD, ദാറ്റ് ഇസ് മിക്സ്ചർ ഓഫ് ഡോക്സിസൈക്ലിൻ ആൻഡ് സിട്രിക് ആസിഡ് വിത്ത് എ ഡിറ്റർജന്റ്, tetraclean, hydrogen peroxide, smear clear, electrochemically activated solutions, ozonated waters. അത് കൂടാണ്ട് കുറച്ച് ഹെർബൽ ഇറിഗൻസും ഉണ്ട് ലൈക്ക് ട്രിഫല ആൻഡ് ഗ്രീൻ ടീ polyphenols, noni, miswak, German chamomile and tea tree oil. നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഒരു ആസ്പെക്റ്റില് each materials detail ആയിട്ട് it's not that important, but then we'll be looking all of that. So ആദ്യം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇറിഗന്റ്. ഇറ്റ് ഗിവ് റൈസ് ടു സോഡിയം ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ് അയോൺസ് വെൻ കമ്പൈൻഡ് വിത്ത് വാട്ടർ. അപ്പം അവിടെ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും വിത്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ. അപ്പൊ അതിനൊരു ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് ഹൈപ്പോക്ലോറസ് ആസിഡിന്. ദെൻ ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഡിസോൾവ് ഓർഗാനിക് കോമ്പോണൻസ് ലൈക്ക് പൾപ്പൽ റെമിനൻസിനെയും കൊളാജനെയും ഒക്കെ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് കനോട്ട് റിമൂവ് ദ സ്മിയർ ലെയർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഇൻസ്ട്രുമെന്റേഷൻ. സോ ദിസ് ഇസ് എ ഡ്രോബാക്ക് ദാറ്റ്
നമ്മൾ ഇൻസ്ട്രുമെന്റേഷന്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മിയർ ലെയറിനെ ഇതിന് ഡിസോൾവ് ചെയ്യാൻ പറ്റില്ല. ദെൻ കോൺസെൻട്രേഷൻ ഷുഡ് ബി 2.5%. ദെൻ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതിന്റെ ടേസ്റ്റും ഓർഡറും ഭയങ്കര അൺപ്ലസന്റ് ആയിരിക്കും പേഷ്യൻസിന്. ഓൾസോ കൺസിസ്റ്റന്റ് ആയിട്ട് റൂട്ട് കനാലിനെ ഡിസിൻഫെക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഇല്ല. ഓൾസോ നമ്മുടെ പെരിറാഡിക്കുലർ ടിഷ്യൂസിൽ നമ്മൾ ഇത് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോക്സിക് ആണ്. നമ്മൾ ഐഡിയൽ പ്രോപ്പർട്ടിയിൽ പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇസ് നോട്ട് ഫുൾഫിൽഡ് ഹിയർ. ദെൻ പെർമനന്റ് ടൂത്ത് ഫോളിക്കിൾസിനെ ഇത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് കെൻ റിയാക്ട് വിത്ത് അതർ ഏജൻസ് ലൈക്ക് ക്ലോർഹെക്സിഡിനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Then comes chlorhexidine. Chlorhexidine reacts with negatively charged groups on the surface of bacterial cell, thereby damaging and reducing intracanal bacteria. അതായത് ഇതിന് ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് ക്ലോർഹെക്സിഡീന്. കാരണം ക്ലോർഹെക്സിഡീനിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ലൈക് ക്ലോർഹെക്സിഡീൻ നമ്മുടെ ബാക്ടീരിയാസിലെ നെഗറ്റീവ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സുമായിട്ട് റിയാക്ട് ചെയ്യും. ദെൻ ക്ലോർഹെക്സിഡീൻ ഇസ് ജനറലി സജസ്റ്റഡ് ടു ബി യൂസ്ഡ് ഇൻ പൾപെക്ടമി ഓഫ് നെക്രോട്ടിക് പ്രൈമറി ടൂത്ത് അറ്റ് 2%. നമ്മൾ നെക്രോട്ടഡ് ആയിട്ടുള്ള പൾപ്സിൽ നമുക്ക് 2% കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ദാറ്റ് ഇസ് റൂട്ട് അപ്പെക്സ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആക്ടിവേറ്റഡ് ആവും. അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസ് ഉണ്ടാക്കും. പിന്നെ നെക്രോട്ടിക് ടിഷ്യൂസിനെ ഡിസോൾവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. ലൈക്ക് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസിൽ ഇതിന്റെ ആക്ഷൻ ഇസ് ലിമിറ്റഡ്. ഇനി എത്തിലീൻ ഡയമൈൻ ടെട്രാ അസറ്റിക് ആസിഡ് ആൻഡ് സിട്രിക് ആസിഡ് EDTA. EDTA ആണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് 17% ന്യൂട്രലൈസ്ഡ് സൊല്യൂഷൻ. പിന്നെ സിട്രിക് ആസിഡ് പല കോൺസെൻട്രേഷൻസിലുണ്ട്, 1 to 50%. അതിൽ 10% സിട്രിക് ആസിഡ് ആണ് മോസ്റ്റ് കോമൺലി എഫക്റ്റീവ് ഇൻ റിമൂവൽ ഓഫ് സ്മിയർ ലെയർ. EDTയും CAയും ലിക്വിഡ്സ് ആയിട്ടും ജെൽസ് ആയിട്ടും കിട്ടും. ദേ കൻ എഫക്റ്റീവ്ലി ഡിസോൾവ് ഇൻഓർഗാനിക് കോമ്പോണൻറ്റ്സ് ആൻഡ് സ്മിയർ ലെയർ വിത്ത് little or no effect on the organic tissue. പിന്നെ പക്ഷെ ഇതിന് ആന്റിബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പിന്നെ സ്മിയർ ലെയർ റിമൂവൽ ഇസ് ബെറ്റർ ദാൻ വെൻ EDTA ഈസ് യൂസ്ഡ് വെൻ ഇൻ കോമ്പിനേഷൻ വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. അതായത് EDTA എലോങ് വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്മിയർ ലെയറും റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡാമേജ് ടു ഡെന്റിനൽ ട്യൂബ്യൂൾസ്, പെരിട്യൂബുലാർ ഡെന്റിൻ ഇറോഷൻ, ഡിസ്ട്രപ്ഷൻ ഓഫ് ഇന്റർട്യൂബുലാർ ഡെന്റിന് കുറച്ച് ഹാംഫുൾ എഫക്ട്സ് ഇതിന് കമ്പൈൻഡ് യൂസിൽ ഉണ്ടായിരുന്നു. പിന്നെ studies has shown that irrigation with 6% of citric acid for 15 to 30 seconds is more effective in removing all components of smear layer of the primary teeth, whereas peritubular dentin destruction was obtained in higher concentration. അതായത് നമ്മൾ 6% 15 to 30 സെക്കൻഡ്സിൽ യൂസ് ചെയ്താൽ സ്മിയർ ലെയർ കംപ്ലീറ്റ് ആയിട്ട് പോകും. ഓൾസോ നമ്മൾ പറഞ്ഞ പെരിട്യൂബുലാർ ഡെന്റിൻ ഡിസ്ട്രക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഹയർ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. Then mixture of doxycycline and citric acid with a detergent. So ഇത് torabinajad ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. That is 3% doxycycline, 4.2% of citric acid and detergent. So it has been used as an alternative to EDTA, which removes the smear layer effectively. Then ഇതിന് antibacterial and chelating properties ഉണ്ട്. Then it is shown that ഇതിന് കുറച്ചുകൂടെ സ്മിയർ ലെയർ റിമൂവ് ചെയ്യാൻ എഫക്റ്റീവ് ആണ് without causing any structural changes to the dentin. Then if it's used as final irrigant has shown to meet all standards for good irrigant. നമ്മൾ ഗുഡ് ഇറിഗന്റ്, ഒരു ഐഡിയൽ ഇറിഗന്റ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് പ്രൂവൺ ടു ബി എൻ എഫക്റ്റീവ് ഇറിഗന്റ് ഫോർ പ്രൈമറി ടീത്ത്. പക്ഷെ ഇതിന്റെ യൂസ് കുറച്ച് ലിമിറ്റഡ് ആണ്. കാരണം പെർമനന്റ് ടൂത്ത് ബഡിന് ഇത് ഡിസ്കളറേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. Then tetraclean, ഇതൊരു മിക്സ്ചർ ആണ്. ആന്റിബയോട്ടിക്, സിട്രിക് ആസിഡ് ആൻഡ് ഡിറ്റർജന്റ്. The concentration of citric acid and type of detergent used varies from that of MTAD. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ലോ സർഫസ് ടെൻഷൻ വിച്ച് എനേബിൾ ബെറ്റർ അഡാപ്റ്റേഷൻ ഓഫ് ദ മിക്സ്ചർ ടു ദ ഡെന്റിനൽ വാൾസ് ആണ്. Then it removes the smear layer, effective against strictly anaerobic and facultative anaerobic bacteria like E. fecalis. സോ ഇത് ബെറ്റർ ആയിട്ട് സ്മിയർ ലെയറിനെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അനേറോബിക് ആൻഡ് ഫാക്കൽറ്റേറ്റീവ് അനേറോബ്സിന് ഇത് എഫക്റ്റീവ് ആണ്.
Then hydrogen peroxide. It has been like used for many years as an endodontic irrigant. ഇതിന് disinfection and sterilization properties ഉണ്ട്. ഇതൊരു ക്ലിയർ കളർലെസ് ലിക്വിഡ് ആണ്. 1% to 30% വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എഫക്റ്റീവ് അഗെയിൻസ്റ്റ് വൈറസസ്, ബാക്ടീരിയ, ഈസ്റ്റ് ആൻഡ് ഈവൻ ബാക്ടീരിയൽ സ്പോർട്സ്. gram positive ബാക്ടീരിയയ്ക്കും ഇതിന് ആക്ടിവിറ്റി ഉണ്ട്. Also, it will produce hydroxyl free radicals which will attack cell components such as proteins in the bacteria. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഹൈ കോൺസെൻട്രേഷൻ നമ്മുടെ ബോഡി ടോളറേറ്റ് ചെയ്യില്ല. ഓൾസോ സർവൈക്കൽ റിസോപ്ഷന് പ്രൊമോട്ട് ചെയ്യാനുമുള്ള ചാൻസ് ഉണ്ട്. Then comes smear clear. 17% EDTA ആണ് with cetrimide and additional surfactants ഉണ്ട്. ഇത് ഇനോർഗാനിക് മാറ്ററിന്റെ റിമൂവലിനെ ഹെൽപ്പ് ചെയ്യും. Then according to different studies, it is found that it is effective against even gram positive and gram negative because of the presence of cetrimide. Cetrimide ഒരു quaternary ammonium compound ആണ്, കാറ്റയോണിക് ഡിറ്റർജന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഇതിന് ആക്ഷൻ ഉണ്ട്. ദെൻ ഇലക്ട്രോകെമിക്കലി ആക്ടിവേറ്റഡ് സൊല്യൂഷൻ. അതൊരു മിക്സ്ചർ ഓഫ് ടാപ്പ് വാട്ടർ in low concentrated salt solution from electrochemically activated solutions ആണ്. This results in ഒരു ആനോലൈറ്റും കാത്തോലൈറ്റും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടീസ് ഓഫ് ആനോലൈറ്റ് എന്ന് പറയുമ്പോൾ ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി എഗെയിൻസ്റ്റ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ആൻഡ് പ്രോട്ടോസോവ. ഇത് ഒരു സൂപ്പർ ഓക്സൈഡ് വാട്ടർ എന്നോ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് പൊട്ടൻഷ്യൽ വാട്ടർ എന്നും പറയും. ഡ്യൂ ടു വേരിയസ് അഡ്വാൻറ്റേജസ് ലൈക്ക് ഡെബ്രിസ് റിമൂവൽ, സ്മിയർ ലെയർ റിമൂവൽ, പിന്നെ നോൺ ടോക്സിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതൊരു പൊട്ടൻഷ്യൽ റൂട്ട് കനാൽ ഇറിഗന്റ് ആണ്. Then ozonated water. Ozone ഒരു കെമിക്കൽ കോമ്പൗണ്ട് ആണ്, 3 ഓക്സിജൻ ആറ്റംസ് ഉള്ളത്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഓക്സിഡൈസിങ് എനി ബയോളജിക്കൽ എൻറ്റിറ്റി ഡ്യൂ ടു ഇറ്റ്സ് ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഈവൻ അറ്റ് ലോ കോൺസെൻട്രേഷൻ. സോ ചെറിയ കോൺസെൻട്രേഷനിലും അതിന് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റഡീസ് has shown that when ozonized water was used with sonification as an irrigant, bacterial ability of ozonized water and 2.5 sodium hypochlorite was found to be comparable. Then herbal irrigants. Herbal irrigants in recent endodontics, because of the limitation of most commercial intracanal medicaments, because of cytotoxicity, dental tubules എന്നുള്ള എഫക്റ്റും കാരണം നമ്മൾ നാച്ചുറൽ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് എന്നുള്ള ഇറിഗൻസിന് നമ്മൾ കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഈസിലി അവൈലബിൾ ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഷെൽഫ് ലൈഫ് കൂടുതലാണ്, ടോക്സിസിറ്റി കുറവാണ്, മൈക്രോബിയൽ റെസിസ്റ്റൻസും ഇതിന് കുറവാണ്. ഇതിന് ഒരു ബെറ്റർ പ്രോമിസിംഗ് റോള് ഹെർബൽ റൂട്ട് കനാൽ ഇറിഗൻസിന് ഉണ്ട്. പ്രോപ്പോളിസ്, നോനി, ട്രിഫല, മിസ്വാക്ക്, ടേമറിക് ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ട്രിഫല ആൻഡ് ഗ്രീൻ ടീ പ്രോപ്പോളിസ് ആയുർവേദിക് ഫോർമുലേഷൻ ആണ്, 3 മെഡിസിനൽ പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. അത് ഫ്രൂട്ട്സ് ലൈക്ക് സിട്രിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്മിയർ ലെയർ റിമൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പോളിഫിനോൾസ് ഗ്രീൻ ടീയിലുള്ളതാണ്. ഫ്ലേവനോൾസ് ആണ് ആന്റി ഓക്സിഡന്റ്, ആന്റി കേരിയോജനിക്, ആന്റി ഇൻഫ്ലമേറ്ററി, തെർമോജനിക്, പ്രോബയോട്ടിക് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. ഇറ്റ് ഇസ് ഷോൺ ദാറ്റ് ട്രിഫല ആൻഡ് ഗ്രീൻ ടീ വെൻ യൂസ്ഡ് ആസ് എൻ ഇറിഗന്റ് ഹാഡ് ആന്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്. ദെൻ നോനി, മൊറിൻഡ സിട്രിഫോളിയ, അത് ഇന്ത്യൻ മൾബറി എന്ന് പറയും. അതിനും ഒരുപാട് തെറാപ്യൂട്ടിക് എഫക്ട്സ് ഉണ്ട്, ലൈക്ക് ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്സ്, ആന്റി ഹെൽമിന്തിക്, ആന്റി വൈറൽ, ഇമ്മ്യൂണിറ്റി എൻഹാൻസിങ് ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ലി ടു കോസ് എനി സിവിയർ ഇഞ്ചുറീസ് ലൈക്ക് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ലൈക്ക് ആക്സിഡന്റലി ഉണ്ടാക്കുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇത് ഉണ്ടാക്കാറില്ല. സോ ഇറ്റ് കുഡ് ബി പൊട്ടൻഷ്യലി യൂസ്ഡ് ആസ് എ ഇറിഗന്റ്. ദെൻ മിസ്വാക്ക്, ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം സാൽവഡോറ പെർസിക്ക. അത് ചൂയിങ് സ്റ്റിക്ക് ആയിട്ട് നമുക്ക് ടീത്ത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്തുനിന്ന് നമ്മൾ ഇതിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഐസൊലേറ്റ് ചെയ്തപ്പോൾ അതിന് ആന്റിമൈക്രോബിയൽ ആക്ടിവിറ്റി ഉണ്ട്. സോ നമുക്കത് റൂട്ട് കനാൽ ഇറിഗന്റ് ആയിട്ട് യൂസ് ചെയ്യാം ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ടു സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ദെൻ ജർമൻ കാമോമൈൽ ആൻഡ് ടീ ട്രീ ഓയിൽ, ഇതിനും ആന്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്, ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി, ഈവൻ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. ഇതും സ്മിയർ ലെയർ റിമൂവ് ചെയ്യും. സോ ഇറ്റ് ഇസ് സുപ്പീരിയർ ടു
sodium hypochlorite, but inferior to sodium hypochlorite along with EDTA. Then propolis. Propolisനും antibacterial, antimicrobial, antioxidant, anti-inflammatory property ഉണ്ട്. നമുക്ക് ഇതിന് ഇൻട്രാകനാൽ ഇറിഗന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഫീക്കാലിസും കാനഡ ആൽബിക്കൻസും റിമൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഒബ്ചുറേഷൻ ആണ്. വിൽ ബി കണ്ടിന്യൂയിങ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഐ ഹോപ്പ് so much is clear. Thank you.